വീട്ടിൽ ചെറുപയർ ഇരിപ്പുണ്ടോ? എന്നാൽ ഈ മഴക്കാലത്ത് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കിയാലോ? റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സർക്കാരിൻ്റെ കിറ്റിലെ ചെറുപയറാണ്. അത് 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, കുറച്ച് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഒരു 100 ഗ്രാം നെയ്യ്, ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചീനിച്ചട്ടി തീയിലേക്ക് വെക്കാം. കഴുകി ഉണക്കി വച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തതാണ്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. രണ്ട് ബ്രൗൺ കളറായി നമുക്കൊന്ന് വാങ്ങാം. എന്നിട്ട് മുറത്തിൽ ഞാൻ പേപ്പർ വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് തണുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, നമുക്കതും കൂടെ വറുത്തെടുക്കാം. ചീനിച്ചട്ടി ഒന്നുകൂടെ തീയെ വെച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതിയേ. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ വാങ്ങി വെക്കാം. വറുത്ത് വെച്ചേക്കുന്ന പയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാം. രണ്ടായിട്ടാണ് പൊടിക്കുന്നത്, ഒറ്റയടിക്ക് പൊടിക്കാൻ പറ്റത്തില്ല. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, ഒട്ടും തരിയില്ല. നമുക്കെന്നാൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി തീയെ വെച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടാകട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. അതിലേക്ക് നമുക്ക് പയറുപൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്ക എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളുണ്ടാക്കുന്ന ലഡുവിന് രുചിയും മണമൊക്കെ വേണ്ടേ? അത് കിട്ടാൻ വേണ്ടിയാണ് ഏലക്ക ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നെയ്യിലിട്ട് വഴറ്റിയ പയറുപൊടി നമുക്കൊരു പാത്രത്തിലേക്ക് കുടഞ്ഞിടാം. അതിലേക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്കായും കൂടെ കൂട്ടിയിട്ട് ഇളക്കാം. ചെറു ചൂടോടുകൂടി അത് ചെറുതായിട്ട് ഉരുട്ടി വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഉരുട്ടാൻ പറ്റത്തില്ല, ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടണം. അപ്പം നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം.